പിഷാരടി പറഞ്ഞ കേട്ടിട്ടുണ്ടെന്ന് അതായത് കോംപ്രമൈസിന് ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ അഡ്വക്കേറ്റിന്റെ മുമ്പിൽ എഴുതി കൊടുക്കുന്നതിന് മേലാൽ ഇൻകമിനെ പറ്റി ഒന്നും പറയില്ല. അപ്പൊ അത് സമ്മതിച്ചില്ല. അപ്പൊ ലാലേട്ടനെ മമ്മൂട്ടിയോടൊപ്പം നിന്നിട്ട് ട്രെയിൻ ചെയ്യാൻ അപ്പൊ അങ്ങനെ കോംപ്രമൈസിന് ശ്രമിക്കുന്നുണ്ടോ? എന്താണ് വീണ്ടും കേസായിട്ട് മുന്നോട്ട് പോയത്? ഞാൻ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. രമേശ് പിഷാരടി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ എനിക്ക് എൻ്റെ കൊളീഗായിട്ട് അറിയാം. അദ്ദേഹം ഇപ്പോൾ MLA ആണ്. അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റിൻ്റെ പുറത്താണ് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചത്. അദ്ദേഹം എന്നെ ഒരുപാട് തവണ വിളിച്ച് സംസാരിച്ചു. അവസാനം ഞാൻ വിചാരിച്ചു ഇത്രയും തവണ വിളിച്ച് സംസാരിക്കുന്ന ആളല്ലേ, അദ്ദേഹത്തിന് ഞാൻ കൊടുക്കേണ്ട റെസ്പെക്റ്റ് കാരണമാണ് ഞാൻ പറഞ്ഞത്. ശരി, അങ്ങനെയാണ് രമേശ് ചേട്ടൻ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അൻസിബ മാപ്പ് എഴുതി കൊടുക്കണം. അത് എവിടുത്തെ ന്യായമാണ്? അപ്പം ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, ഇനി ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പരാതിക്കാരി മാപ്പ് എഴുതി കൊടുക്കണം, അത്രയും പരാതി പറയൂല എന്ന്. ഇത് വെള്ളരിക്കാ പട്ടണോ? അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് ഞാൻ ആ ഓഡിയോ കേട്ടപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ലീക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ IT ആക്ട് പ്രകാരം അത് തെറ്റാണ്. മാത്രമല്ല പൊളിറ്റിക്കൽ അജണ്ടയാണത്. അത് പൊളിറ്റിക്കൽ അജണ്ടയാണ്. ആ രമേശ് പിഷാരടിയെ പോലെ MLA ആയിട്ട് ഞങ്ങളുടെ സംഘടനയിൽ നിന്നും ഞങ്ങൾ അഭിമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിയെ എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം പാലക്കാട് നിന്ന് വിജയിച്ച് വന്നത്.